ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൈഹാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മഞ്ചൂരി സമോസയാണ്. അതൊരു അടിപൊളി സമോസയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാമല്ലോ. ആദ്യം നമുക്ക് ഡോ ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജീരകം, 1/4 കപ്പ് ഓയിൽ, ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മുകളിലായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് മസാലക്കായിട്ടുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് ക്യാരറ്റ്, 1 ചെറിയ സവാള, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ബൗൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഓരോ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുന്ന സമയത്ത് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് മസാലയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
1 ടീസ്പൂൺ സോൾട്ട് അതോടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായി വഴന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, കാൽ കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് ടീസ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സോയാ സോസ്, രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ നമ്മൾ 2 ടീസ്പൂൺ വെള്ളത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഓരോരോ ബൗൾസ് ആക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ്, എന്നിട്ട് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. ഒരു ബോൾസിൽ നിന്ന് 2 ഷീറ്റാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ നടുവൊന്ന് കട്ട് ചെയ്ത് 2 ഷീറ്റാക്കി എടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് സമൂസൻ്റെ ഷീറ്റിൻ്റെ ഷേപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മസാല നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കവർ ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഉള്ളിലേക്ക് എണ്ണ കടക്കും, അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മഞ്ചൂരി സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം. അതേപോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
കൂടെ തന്നെ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.